ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചായക്കടകളിലൊക്കെ ചില്ലുകൂട്ടിൽ കിടക്കുന്ന ഉണ്ടംപൊരി അഥവാ ബോണ്ടയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. അത് ഞാനിവിടെ 5 കട്ട എടുത്തിട്ടുണ്ട്. 5 വെല്ലമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തണുക്കാനായി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 3 പാളയംകോടൻ പഴമാണ്. പാളയംകോടൻ പഴമാണ് കേട്ടോ ഇതിന് ടേസ്റ്റ്. ഇനി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ റോബസ്റ്റ പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ പഴം ചെറുതായി ഇങ്ങനെ അരിഞ്ഞിടാം. ഇപ്പോൾ പഴം അരിഞ്ഞിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര നീരുണ്ടല്ലോ, അത് ഞാനിവിടെ അരിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. പഴവും ശർക്കര പാനിയും കൂടെ ഞാൻ നന്നായി അരച്ചെടുത്ത് കഴിഞ്ഞു. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി അല്പം ഉപ്പ് കൂടി ഇടാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അടിച്ചെടുത്തില്ലേ പഴവും ശർക്കര പാനിയും കൂടെ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 3 ഏലക്കായും കൂടെ പൊടിച്ചെടുത്തത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ഹീറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയതിന് ശേഷം മാവ് കുറച്ചായി എടുത്ത് നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ പുറം ഭാഗം മാത്രമേ മുരിയുള്ളൂ, ഉള്ളിൽ മുരിഞ്ഞിട്ടുണ്ടാവില്ല. നമുക്കിങ്ങനെ തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോണ്ട റെഡി ആയിട്ടോ. ഇനി നമുക്ക് ഓയിലിൽ നിന്ന് എടുക്കാം. ബോണ്ട എല്ലാം ഫ്രൈ ആയി. ഇനി നമുക്കിത് എടുക്കാം. അങ്ങനെ നമ്മൾ ചായക്കടയിലെ ചില്ലുകൂട്ടിൽ കിടക്കുന്ന ഉണ്ടംപൊരി ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.